രാധാകൃഷ്ണൻ സാർ, ഈ കോടതി അവധാനതയോടെ ഇത്തരം വിഷയങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റായി കാണാൻ പറ്റുമോ? ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്ന ആളെന്നുള്ള നിലയിൽ ഒരു പരസ്യമായ അഭിപ്രായത്തിന് ഞാൻ തുനിയുന്നില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളിൽ അഴിമതിക്കാരായ ദേവസ്വം ബോർഡിനെ നീക്കം ചെയ്യാൻ ധാരാളം പ്രൊവിഷൻസ് ഉണ്ട്. അതുപയോഗിച്ച് ഇതിൽ കൂടുതൽ ശബരിമലയിൽ ഒരു അഴിമതി വരാനും അഴിമതി നേരിട്ട് കോടതിക്ക് ബോധ്യപ്പെടാനും ഇടയായ മറ്റൊരു സാഹചര്യമില്ല. ആ സാഹചര്യത്തിൽ തീർച്ചയായും കേരളത്തിലെ ഹിന്ദു സമൂഹം ഇനി ഇവരെ ഇവിടെ വച്ചുകൊണ്ടിരിക്കരുത്, ഇവരെ നീക്കം ചെയ്യാൻ ആ ആക്ടിലെ സെക്ഷൻ 8(9) ആ പ്രൊവിഷൻ ഇട്ടിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്താൽ തീർച്ചയായും കോടതിക്ക് അതിൽ തീരുമാനം എടുക്കേണ്ടി വരും. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഇതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഒരു 5 വർഷത്തേക്ക് രാഷ്ട്രീയ ഭിന്നമായി ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതും കവനൻറ്റിൽ പ്രൊവിഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സംസ്ഥാന രൂപീകരണത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്, ഈ ദേവസ്വം പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ജീർണതയുണ്ടായാൽ അത് സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാനുള്ള പ്രൊവിഷൻ അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കുക അല്ലാതെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മറ്റു മാർഗങ്ങളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്. എം കെ ഹരിദാസ്, ഒരു മിനിറ്റ് പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്നുമില്ല ശ്രീ അനിൽ നമ്പ്യാർ, ഇത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഈ പോണ പോക്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, പോണ പോക്കിൽ നമുക്ക് ഇനി എന്ത് എടുക്കാൻ പറ്റും നോക്കിയപ്പോൾ ശബരിമലയാണ് കണ്ടത്. ആ ശബരിമലയിലേക്ക് വേണ്ടിയിട്ട് തിരക്കഥ തയ്യാറാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത് ആഗോള തട്ടിപ്പ് അയ്യപ്പ സംഗമമാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങൾ മുഴുവൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ലോകത്തിലുള്ള സകല മലയാളികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. മുമ്പും പലവട്ടം പരാമർശിച്ചിട്ടുള്ളതാണ്, എങ്കിലും ആവർത്തിക്കാതെ നിർവാഹമില്ല. സെക്രട്ടേറിയറ്റിൻ്റെ കഴുക്കോൽ അവിടെ ഉണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും. പിടിച്ചു പറയും, അടിച്ചു മാറ്റലും കലയാക്കിയവർ ഇതിലപ്പുറവും ചെയ്യും.